ഇന്നും എന്നാ പറയുക, റെസിപ്പിയെക്കുറിച്ച് പറയുമ്പോൾ വെജിറ്റേറിയനെ കുറിച്ച് പറയാതെ നോൺ വെജിറ്റേറിയനെ കുറിച്ച് മാത്രം സംസാരിക്കാനായിരിക്കും വന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോഴേ മനസ്സിലായി, കാണുന്നു വിശ്വസിക്കുന്നു എന്ന് വെജിറ്റേറിയൻ ഡിഷാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻ ഡിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല, പനീർ അല്ലാതെ വേറെ ഒരു സാധനം വെച്ച് ഞാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ചെയ്യാൻ പോകുന്നത് പനീർ ഗീ റോസ്റ്റാണ്. നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് നാൾ മുന്നേ നമ്മളൊരു ഗീ റോസ്റ്റ് ചെയ്തു, ശരത്തും ഫാമിലി വന്നപ്പോൾ നമ്മൾ ഗീ റോസ്റ്റ് ചെയ്തു. പക്ഷേ ഇത് അതുപോലെയല്ല, കുറച്ചൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മസാല ദോശയ്ക്കകത്ത് നമ്മൾ മസാല വെക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ പനീർ ഉണ്ടാക്കി വെച്ച് നമ്മൾ ആ ദോശയ്ക്കകത്ത് വെക്കുവാണെങ്കിൽ നല്ല കട്ടിച്ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവൻ കട്ടിച്ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ തിന്നാൻ പോലും ഭയങ്കര ടേസ്റ്റുള്ളൊരു പനീർ ഗീ റോസ്റ്റ് ആയത്, ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ആയത്. അപ്പോൾ ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പൈസിനെസ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ കൂട്ടലും കുറയ്ക്കലും ഒക്കെ. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് വറ്റൽമുളക്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇച്ചിരി ഉലുവ, ബട്ടർ, കുറച്ച് മുളക് പൊടി, പെരിഞ്ചീരകം, കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി, വെളുത്തുള്ളി, സവാള, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി പുളി വെള്ളത്തിട്ട്, അതായത് പുളിയുടെ വെള്ളം വേണം, പിന്നെ പനീർ, ഇച്ചിരി തൈര്, ഉപ്പ്, ഇച്ചിരി ശർക്കര, പിന്നെ വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീം. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക്, മല്ലി, ജീരകം അങ്ങനെ തനിയെ എടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സംശയമുണ്ട്, എനിക്ക് എപ്പോഴും ഈ തനിയെ എടുക്കുമ്പോൾ അതിൻ്റെ മൂപ്പിനൊരു ചെറിയ പ്രയാസം വരും, അത് ശരിയാവുകയില്ല. മറ്റേ പൊടി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എനിക്കൊരു എളുപ്പമാണ്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഇതിനകത്ത് ഇച്ചിരി സ്പൈസസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇച്ചിരി സ്പൈസ് കുറഞ്ഞാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് രണ്ടും ചെയ്യുന്നത് ബട്ടറല്ല, ഇത് ഇച്ചിരി ഒന്ന് മൂപ്പിക്കണ്ടേ. എന്നാൽ ആദ്യം ഞാനൊരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് ഇതെല്ലാം ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ തീ വെച്ചിട്ട് കുറച്ച് വെച്ച് ഒരു 3 വറ്റൽമുളക്, ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 3/4, എൻ്റെ കൈ അളവായത്. പക്ഷെ എന്നാലും ഒരു 3/4 ടീസ്പൂണോളം വേണോന്ന് ചോദിച്ചാൽ 1/2 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ, അത് മതി. ഇച്ചിരി ഉലുവ, ഒരു 3-4 മണി മതി, ഒരുപാട് ഇട്ട് കഴിയുമ്പോഴത്തേനും അവന് കഴിക്കും. ഇതൊന്ന് ആദ്യം ഈ ബട്ടറിൽ കിടന്ന് ഒരു ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. വലിയ നേരം ഒന്നും എടുക്കുകയില്ല, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നമ്മൾ മല്ലി, ജീരകം അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടോ. ഇതിപ്പോൾ നമ്മുടെ എല്ലാം പൊടിയായിരിക്കുന്നത്, അതുകൊണ്ട് ഇത് മൂത്തതിന് ശേഷം ബാക്കി പൊടിയെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചാൽ മതി. മൂപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്നാന്നോ ഈ പറഞ്ഞ പോലെ ബട്ടർ കരിയാൻ പാടില്ല, നമ്മുടെ ആ സ്പൈസസ് കരിയാൻ പാടില്ല. ആ ബട്ടറിന് നല്ല ആ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് അങ്ങ് ചേർക്കാം. ഇപ്പം നമ്മുടെ മുളകും ഒക്കെ ഒരു ഇച്ചിരി നല്ലോണം മൂത്തിട്ടുണ്ട്, നല്ലോണം മൂത്തല്ല, ആ റെഡ് കളർ മാറിയിട്ട് നല്ല റെഡായിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. അപ്പോഴത്തേക്ക് തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ബാക്കി സാധനങ്ങൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ഞാനൊരു ഇച്ചിരി എരിവ് കുറച്ചേച്ചാ ചെയ്യുന്നത്. ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. നേരത്തെ ഇടാൻ മേലേന്ന് ചോദിച്ചാൽ ഇടാൻ മേലാതെ ഒന്നുമില്ല, നല്ലത് തന്നെ ഇട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെന്നാ ചെയ്യണം, ഇതൊരു ഇച്ചിരി ആറിയേച്ച് നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം. ഇച്ചിരിയേ ഉള്ളതുകൊണ്ട് വലിയ ബ്ലെൻഡറിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇതൊന്ന് ചൂടാറാതിരുന്നാൽ ഈ അടുക്കള മുഴുവനും പല ഡിസൈനായിട്ട് മാറും. അതുകൊണ്ടൊന്ന് ചൂടാറിയേച്ച്
ഞാനൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് ആറിയപ്പോഴത്തേക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് തന്നെ ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് ഈ പനീർ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ മൂപ്പ് ഇനി രണ്ട് സൈഡിലും വരണം. എന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ചേക്കാൻ. എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പം ഒരു പക്ഷേ ഈ പനീർ ഒരു ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ അതല്ല ഒരുപാട് മൂപ്പിക്കണമെന്നില്ല, ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ ആയാൽ മതി. പനീറിനൊക്കെ ഒരു ഇച്ചിരി ഒരു ബലം കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് നിറം മാറിയേച്ചാലും മതി. ആക്ച്വലി പനീറിന് ആ സോഫ്റ്റ്നെസ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പനീറിൽ നിന്ന് ഊറുന്ന ഈ വെള്ളം തന്നെയാണ്. ആ സോഫ്റ്റ്നെസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും പ്രായമുള്ളവർക്ക് ഇച്ചിരി കഴിക്കാനായിട്ട് പ്രയാസമായിരിക്കും. പക്ഷേ എന്നാൽ പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ കണ്ടോ ഈ സൈഡ് ഒരു ഇച്ചിരി ഒരു മൂത്തിട്ടേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഈ വെള്ളം ഒട്ട് കളയുകയും വേണ്ട, പനീറിനെ ഒരുപാട് ഡ്രൈ ആക്കി അതിനെ ഒത്തിരി ഹാർഡ് ആക്കുകയും വേണ്ട. ഇപ്പോൾ ഓൾമോസ്റ്റ് അപ്പുറത്തെ വശവും നല്ലോണം ഈ പറഞ്ഞ പോലെ നല്ലോണം അല്ല, നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, ഒരു നിറം മാറിയേച്ചാൽ മതി. അപ്പം എന്നാ ചെയ്യണ്ടേ, ഇതിനെ ഇങ്ങോട്ട് മാറ്റുക. ആ ബട്ടർ അങ്ങനെ ആ പനീറിൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ഇനിയും ഇതിനകത്തൊരു ഇച്ചിരി ബട്ടർ ഇടുവേ. ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് ഈ സവാള നല്ലോണം വഴറ്റണം. സവാള വഴറ്റാൻ പെട്ടെന്നായിട്ട് മൂത്ത് വരാനായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടുക. ആക്ച്വലി ബട്ടറിലൊക്കെ കറികൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളത് ഉണ്ടാക്കി പഠിക്കരുത്, എപ്പോഴുമല്ല നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാവുള്ളൂ. കാര്യം ഇച്ചിരി ഫാറ്റുള്ള കൂട്ടത്തിൽ, നമ്മളാരും വർക്കൗട്ട് ചെയ്യാത്ത കൂട്ടത്തിൽ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്യാത്തടത്തോളം കാലം ഫാറ്റ് നമ്മുടെ ബോഡിയിൽ തന്നെ കാണും. അന്നേരം അത് ദോഷ്യം ചെയ്യും. അതുകൊണ്ട് ഒരുപാട് വേണ്ട, നല്ലപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് ബട്ടറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നെയ്യ് നല്ലതാണ് എന്നും പറഞ്ഞ് നെയ്യ് ഈ പറഞ്ഞ പോലെ ഫാറ്റ് അല്ലേന്ന് ചോദിച്ചാൽ ആണ്. പിന്നെ ഇത് പറ്റിയല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ചെയ്താലും മതി. പക്ഷെ ഈ ടേസ്റ്റ് അതിനോളം വരികയില്ല. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേച്ച്, നേരത്തെ നമ്മൾ അരച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിനകത്തൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. ഇതൊരു നല്ല രീതിയിൽ മൊരിയണം. ഒരു ഇച്ചിരി 2-3 ഇല കറിവേപ്പില ഇടുവാണ്. റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ കറിവേപ്പില എടുത്ത് അങ്ങ് വെച്ചതാണ്. അതിൻ്റെ മണവും അതിൻ്റെ ഗുണവും ഒക്കെ ഈ കറിയിലോട്ടും കൂടെ അങ്ങ് വന്നോട്ടെ. ഈ പനീർ റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നല്ലതായിട്ട് മൊരിയുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. ഇല്ലെങ്കിൽ ആ ഒരു എന്നാ പറയുക, ആ കറിക്ക് നമ്മൾ എപ്പോഴും പറയത്തില്ല ഒരു കൊടുത്ത ഗ്രേവി വേണമെന്ന്, ആ തിക്നെസ് വരണമെന്നുണ്ടെങ്കിൽ ഉള്ളി നല്ല ബ്രൗൺ ആയാലേ പറ്റത്തുള്ളൂ. ഈ ഉള്ളി നല്ലോണം മൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ചേർക്കണം. ഈ മസാല പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും, അപ്പോൾ ആ തൈരിൻ്റെ വെള്ളവും മുഴുവൻ അങ്ങ് പറ്റണം.
പുളിയുള്ള തൈര് വേണ്ട, പുളി ഇല്ലാത്ത തൈര് മതി. ഇനി ഈ തൈരും ആ മസാല പേസ്റ്റിലൊക്കെ നമ്മൾ ചേർത്തേക്കുന്ന വെള്ളവും എല്ലാം പറ്റി നമ്മൾ ചേർത്ത ബട്ടർ നല്ലോണം തെളിയണം. ഇതിനകത്തോട്ട് ഒരു നുള്ള് ശർക്കര, ഒരു ഇച്ചിരി മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു എന്നാ പറയുക, ഇത്രയും എത്ര വരെ, ഒരു 1/4 ടീസ്പൂണല്ലേ വരത്തുള്ളൂ, അത്ര ഇട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു നുള്ള്, അങ്ങനെയല്ല, പുളിയില്ലാത്തൊരു തൈരാണ് ഒഴിച്ചേക്കുന്നത്, അപ്പോൾ ഒരു ഇച്ചിരി പുളി വേണം. വേറെ നമ്മൾ ടൊമാറ്റോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പം അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഈ മസാല നല്ല പേസ്റ്റ് പരുവത്തിനാവണം, അതായത് ആ വെള്ളം മുഴുവൻ പറ്റണം. നമ്മൾ ചേർത്ത കംപ്ലീറ്റ് വെള്ളവും പറ്റി കഴിഞ്ഞേച്ച് വേണം പനീർ ചേർക്കാൻ. ഇച്ചിരി വെള്ളം ഇതിനകത്ത് നമ്മുടെ പനീറിനെ പറ്റാനുണ്ട്, അപ്പം അതുകൂടി ഇത് ചേർക്കുക ഞാൻ. ഈ പനീറും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നമ്മുടെ ആ മസാല കംപ്ലീറ്റ് ആ പനീറേലും കൂടെ ഒന്ന് പിടിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു പനീറിൻ്റെ പാലിൻ്റെ മാത്രം ഒരു ചുവയായി പോകും. ആ ഉള്ളി മൂപ്പിക്കാൻ നേരം വേണ്ടി സ്പീഡായിട്ട് മൂക്കാൻ വേണ്ടി മാത്രമേ ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളൂ. അതിനല്ലാതെ ഒരു ഇച്ചിരി ഉപ്പ് നമ്മുടെ ഗ്രേവിക്ക്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്ത ബട്ടർ എല്ലാം ഇങ്ങനെ അരുവിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന ബട്ടർ കംപ്ലീറ്റ് ആ സൈഡിലിങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട്. ഇത് ചുമ്മാ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ തന്നെ എന്നാ ടേസ്റ്റാന്ന് അറിയാം. ഇച്ചിരി ഉള്ളിയൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാൽ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലത്. ഈ ഒരു കറി ചപ്പാത്തി എന്നല്ല, അപ്പം എന്നല്ല, വൈറ്റ് റൈസ് എന്നല്ല, പൂരിയല്ല, എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഏറ്റവും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആഹാരമാണ്. ഇരുന്നിരുന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻകാർക്ക് ഉണ്ടാക്കിയത് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ മസാലകളെല്ലാം ഒരുപാട് ചേർത്തേക്കുക. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ മസാലയൊന്നും അധികം വേണ്ടാന്നുണ്ടെങ്കിൽ, ഗ്രേവി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാല കംപ്ലീറ്റ് കുറഞ്ഞേച്ച് നല്ല ഒരു സ്പൈസ്ലെസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്രേവി ആയിട്ട് മാറും. ഇനി ഇത് ഞാൻ തീ ഒന്നുകൂടെ കുറച്ചേച്ച് ഇത് ഇച്ചിരി ഒന്ന് പനീറെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. കാര്യം ഞാൻ ഇന്ന് ഫ്രഷ് ക്രീം ചേർത്തിൻ്റെ സ്പൈസ്നെസ് കുറയ്ക്കാൻ കാര്യം, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, എന്താ പറയുക, മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ആ അമ്മയ്ക്ക് ഒരുപാട് സ്പൈസ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഒരു സ്പൈസ്ലെസ് ആയിട്ട് അമ്മയാണോ അമ്മുമ്മയാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ മലയാളികൾക്കും പ്രിയങ്കരിയായ ഒരു അമ്മയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. ആ അമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ അമ്മേനെ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളികളും ഇല്ല. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും ഇതിനകത്ത് ഫ്രഷ് ക്രീം ചേർത്ത് സ്പൈസ് കംപ്ലീറ്റ് കുറയ്ക്കുക ചെയ്യാൻ പോകുന്നത്.